إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ, ഇസ്ലാമിന്റെ വ്യത്യസ്തമായിട്ടുള്ള മസ്അലകളിൽ ഓരോ ആളുകളും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്ന, അവരവരുടെ അഭിപ്രായങ്ങൾ സാധാരണക്കാരായ ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന, സാധാരണക്കാരായ ആളുകൾ അത് കേൾക്കുന്ന, അത് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ചു പോയ, ഇവിടെ വിട്ടേച്ചു പോയ ഈ ദീൻ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നാം മുറുകെ പിടിക്കണമെങ്കിൽ, അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണമെങ്കിൽ നാം കൈവിടാതെ യോജിച്ച് നിൽക്കേണ്ട, മുറുകെ പിടിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് അൽ കിതാബ് വസ്സുന്ന. അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ വിശദീകരിച്ച ഹദീസുകളും. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വഖദ് തറക്തു ഫീകും മാ ലൻ തദില്ലു ബഅദഹു ഇൻ ഇഅ്തസംതും ബിഹി അൽ കിതാബല്ലാഹി വസുന്നത നബിയിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോവുകയാണ്. ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുന്ന പക്ഷം, അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്ന പക്ഷം നിങ്ങൾ വഴികേടിലാവുകയില്ല. എന്നിട്ട് പറഞ്ഞു, കിതാബല്ലാഹ് വസുന്നത നബിയിഹി, അള്ളാഹുവിന്റെ കിതാബായ ഖുർആനും അള്ളാഹുവിന്റെ റസൂലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണത് എന്ന് പറയുകയുണ്ടായി. സഹോദരങ്ങളെ, പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പലതരത്തിലുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും ദീനിന്റെ വ്യത്യസ്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ നാം അറിയുമ്പോൾ നാം അടങ്ങേണ്ടതായിട്ടുള്ള രണ്ട് പ്രമാണങ്ങളാണ് ഖുർആനും ഹദീസും. അതിലെന്താണ് പറഞ്ഞത്, അതെങ്ങനെയാണ് സ്വഹാബികൾ മനസ്സിലാക്കിയത്, അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നാം ദീനിനെ മനസ്സിലാക്കേണ്ടത്. ധാരാളം ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല പറഞ്ഞു, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ذلك خير واحسن تأويلا. നിങ്ങൾ എന്തെങ്കിലും വിഷയത്തിൽ ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, എന്തെങ്കിലും വിഷയത്തിൽ ഒരഭിപ്രായ ഭിന്നത, ഒരഭിപ്രായ വ്യത്യാസം, വ്യത്യസ്ത വീക്ഷണങ്ങൾ നിങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ദീനി വിഷയങ്ങൾ ഉണ്ടായാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക, അതായത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുക. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളാണെങ്കിൽ ഏതെങ്കിലും കാലഖീലകൾക്ക് പിന്നാലെ, ആരെങ്കിലും പറഞ്ഞ വാക്കുകൾക്ക് പിന്നാലെ പോവുകയല്ല വേണ്ടത്. കൃത്യമായ പ്രമാണത്തോടുകൂടി അള്ളാഹു എന്തു പറഞ്ഞു, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എങ്ങനെ പഠിപ്പിച്ചു, അതിലേക്കാണ് മടങ്ങേണ്ടത്. മറ്റൊരായത്തിൽ കാണാം, ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ ഖലീലൻ മാ തദക്കറൂൻ. എന്താണോ നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കപ്പെട്ടിട്ടുള്ളത് അതിനെ നിങ്ങൾ പിൻപറ്റുക. അതിനു പുറമേയുള്ള രക്ഷാധികാരികളെ, അതിനു പുറമേയുള്ള ആളുകളുടെ വാക്കുകളെ നിങ്ങൾ പിൻപറ്റാൻ നിൽക്കരുത്. വളരെ കുറച്ചു പേർ മാത്രമേ അത് ചിന്തിക്കുന്നുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതേ സഹോദരങ്ങളെ, ഖുർആനിനെയും സുന്നത്തിനെയും നാം മുറുകെ പിടിക്കേണ്ടതുണ്ട്. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഫസ്തംസിക് ബില്ലദീ ഊഹിയ ഇലൈക് ഇന്നക അലാ സിറാത്തിൻ മുസ്തഖീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയുകയാണ്, ഈ ഉമ്മത്തിനോട് പൊതുവായിട്ടുള്ള കാര്യമാണ്, എന്താണോ നിനക്ക് വഹി നൽകപ്പെട്ടിട്ടുള്ളത്, നിനക്ക് വഹിയായി നൽകപ്പെട്ട ഖുർആനും ഹദീസും
അതിനെ നീ മുറുകെ പിടിക്കുക. അതല്ലാത്ത ഒന്നിലേക്ക് നീ പോകേണ്ടതില്ല. അതിനെ നീ മുറുകെ പിടിക്കുകയാണെങ്കിൽ നീ സിറാത്തുൽ മുസ്തഖീമിലാണ്, നേരെ ചൊവ്വയുള്ള പാതയിലാണ് എന്ന് അല്ലാഹു തആല പറയുകയാണ്. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. അല്ലാഹു തആല പറയുന്നു, നബിയെ താങ്കളെ ഇതാ ഒരു ശരീഅത്തിൽ, ഒരു നിയമവ്യവസ്ഥയിലായി നാം ആക്കിയിട്ടുണ്ട് നമ്മുടെ കൽപ്പന പ്രകാരം. ഫത്തബിഅഹാ, നിങ്ങൾ അതിനെ പിൻപറ്റുക, നീ അതിനെ പിൻപറ്റുക. വലാ തത്തബിഅ അഹ്വാ അല്ലദീന ലാ യഅലമൂൻ, ഒരറിവുമില്ലാതെ ദീനിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത ആളുകൾ അവരുടെ ഇച്ഛപ്രകാരം അവരുടെ തോന്നിയതുപോലെ ദീനിന്റെ കാര്യങ്ങൾ പറയുന്നതിനെ നീ പിൻപറ്റാൻ പാടില്ല. അതിനല്ല നീ പിൻപറ്റേണ്ടത് ഖുർആനിനെയും ഹദീസിനെയുമാണ്. സഹോദരങ്ങളെ, സ്വഹാബികളാവട്ടെ, സ്വഹാബികളുടെ ശിഷ്യന്മാരായി വന്ന താബിഈങ്ങളാവട്ടെ, അതിനുശേഷം വന്ന ഇസ്ലാമിക തലമുറകൾ എല്ലാവരും സ്വീകരിച്ചിട്ടുള്ള മാനദണ്ഡം ഇതാണ്. ഖുർആനിനെയും സുന്നത്തിനെയുമാണ് അവർ അവരുടെ പ്രമാണങ്ങളായി പരിഗണിച്ചിട്ടുള്ളത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് ഈ വിഷയത്തിൽ പറഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായ ചില വാക്കുകൾ കേൾക്കൂ. അദ്ദേഹം പറഞ്ഞു, ഫഅലാ കുല്ലി മുഅ്മിനിൻ അല്ലാ യതകല്ലമ ഫി ശൈഇൻ മിന الدين إلا تبعا لما جاء به الرسول صلى الله عليه وسلم. എല്ലാ മുഅ്മിന്റെയും മേലുള്ള ബാധ്യതയാണ് ദീനിന്റെ എന്തെങ്കിലും വിഷയം അവൻ സംസാരിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും കാര്യം അവൻ പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവൻ സംസാരിക്കാൻ പാടുകയുള്ളൂ. വലാ യതഖദ്ദമു ബൈന യദൈഹി, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തൊരു കാര്യം അവന്റേതായ വകയിൽ അതിനെ മുൻകടന്നുകൊണ്ട് പറയാൻ പാടില്ല. ബൽ യൻദുറു മാ ഖാല ഫയകൂനു ഖൗലുഹു തബഅൻ ലിഖൗലിഹി, അവൻ പരിശോധിക്കേണ്ടത് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതിനെയാണ് അവൻ പിൻപറ്റേണ്ടത്. എന്നിട്ട് പറഞ്ഞു, വഅമലുഹു തബഅൻ ലിഅംരിഹി, അവന്റെ കർമ്മങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതുപോലെയുമായിരിക്കണം. ഫഹാകദാ കാന الصحابة ومن سلك سبيلهم من التابعين لهم بإحسان وإمة المسلمين. ഇതായിരുന്നു സ്വഹാബികളുടെ മാർഗം. ആ സ്വഹാബികളുടെ ഇഹ്സാനോടുകൂടി പിൻപറ്റിയ താബിഈങ്ങളുടെയും അതിനുശേഷം വന്ന മുസ്ലിം സമൂഹത്തിലെ ഇമാമിങ്ങളുടെയും മാർഗം എന്നുള്ളത് ഇതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ പിൻപറ്റുക, ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിക്കുക. എന്നിട്ട് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഫലിഹാദാ ലം യകുൻ അഹദുൻ മിൻഹും യുആരിദു النصوص ബിമഅഖൂലിഹി. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ അവരുടെ ബുദ്ധിക്ക് തോന്നിയതനുസരിച്ച് അവരുടെ ചിന്തക്ക് കിട്ടിയ ഒരു റിസൾട്ട് അല്ല അവർ ദീനിന്റെ പേരിൽ പറഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞിട്ടുള്ളത് ദീനിന്റെ പേരിൽ ഖുർആനും സുന്നത്തും പറഞ്ഞത് മാത്രമാണ്. വലാ യുഅസ്സിസു ദീനൻ ഗൈറ മാ ജാഅ ബിർറസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിന്റെ മേലെയല്ലാതെ മറ്റൊന്നിന്റെ മേലെയും അവർ ദീനിനെ സ്ഥാപിച്ചിട്ടില്ല. വഇദാ അറാദ മഅരിഫത ഷൈഇൻ, അതിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് ഉദ്ദേശിച്ചാൽ, അഥവാ നമ്മെ പോലെ ദീനിന്റെ ഏതെങ്കിലും ഒരു മസ്അല മനസ്സിലാക്കണമെന്ന് ഉദ്ദേശിച്ചാൽ, മിനദ്ദീൻ വൽ കലാം ഫീഹി, ആ വിഷയത്തിൽ സംസാരിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ, നളറ ഫീമാ ഖാല അല്ലാഹു വർ റസൂൽ, അല്ലാഹു എന്താണോ പറഞ്ഞത് ആ വിഷയത്തിൽ, അല്ലാഹുവിന്റെ റസൂൽ എന്താണോ പറഞ്ഞത് ആ വിഷയത്തിൽ, അതാണ് അവർ പരിശോധിക്കാറുള്ളത്. ഫമിൻഹു യതഅല്ലമു വബിഹി യതകല്ലമു, ആ വാക്കുകളിൽ നിന്ന് അഥവാ അല്ലാഹു പറഞ്ഞതിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ നിന്നുമാണ് അവർ ദീൻ പഠിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. വഫീഹി യൻദുറു വയതഫക്കറു ബിഹി, അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വിചിന്തനം ചെയ്തിട്ടുള്ളതും അവർ ഉറ്റാലോചിച്ചിട്ടുള്ളതും. യസ്തനീറു ഫഹാദാ അസ്ലു അഹ്ലിസ്സുന്ന, അതിന്റെ അടിസ്ഥാനത്തിലാണ് മാത്രമാണ് വബിഹി യസ്തനീറു വഹാദാ അസ്ലു അഹ്ലിസ്സുന്ന, അതുകൊണ്ട് മാത്രമാണ് നേരായ മാർഗത്തിലേക്കുള്ള പ്രകാശം അവർ തേടിയിട്ടുള്ളത്. ഇത് അഹ്ലുസുന്നയുടെ അസ്ലിൽപ്പെട്ട അടിസ്ഥാനത്തിൽപ്പെട്ട കാര്യമാണ്. സഹോദരങ്ങളെ, നാം വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണത്. കാരണം ദീനിന്റെ അടിസ്ഥാനങ്ങൾ ഒന്നും അറിയാത്ത, അല്ലെങ്കിൽ ദീനുമായി യാതൊരു ബന്ധം തന്നെ ഇല്ലാത്ത ആളുകൾ ദീനിന്റെ മസ്അലകളിൽ, ദീനിന്റെ വിധേയക്കുകളിൽ പലതരത്തിലുള്ള അഭിപ്രായം പറഞ്ഞു വിടുന്നുണ്ട്. അവർക്ക് യാതൊരു തെളിവുമില്ല, യാതൊരു പ്രമാണവുമില്ല. ആരെങ്കിലും പറഞ്ഞത് കേട്ട് മാത്രം പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സഹോദരങ്ങളെ, നാം മടങ്ങുക, നാം മുറുകെ പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നിങ്ങൾ വഴികേടിലാകാതിരിക്കാൻ, നിങ്ങൾ സിറാത്തുൽ മുസ്തഖീമിലാവാൻ ഈ ഖുർആനിനെയും സുന്നത്തിനെയുമാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഹക്ക് മനസ്സിലായിട്ടും ഈ യാഥാർത്ഥ്യം മനസ്സിലായിട്ടും അതിനെതിരായ ആളുകളോട് പറഞ്ഞത്, വമൻ യുശാഖിഖിർ റസൂൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ.
ആരെങ്കിലും ഈ സത്യം മനസ്സിലായിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് എതിരായി നിൽക്കുകയാണ്, മുഅ്മിനീങ്ങൾ സ്വീകരിക്കുന്ന ഈ മാർഗമല്ലാത്ത മറ്റൊരു രീതിയിൽ ഒരു മാർഗം പിൻപറ്റുകയാണ് എങ്കിൽ അള്ളാഹു തആല തിരിഞ്ഞ വഴിയെ അവനെ വിടുന്നതാണ്. അവസാനം അവൻ ചെന്നെത്താൻ പോകുന്നത് കത്തിജ്വലിക്കുന്ന നരകത്തിലുമായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, മറ്റെന്തിനേക്കാൾ നമുക്ക് വിലപ്പെട്ട ഈ ദീൻ, അത് പഠിക്കേണ്ടത് എങ്ങനെയാണ് എന്നും മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്നും ഉറച്ചു നിൽക്കേണ്ടത് എങ്ങനെയാണെന്നും നാം അറിഞ്ഞിരിക്കണം. അതിന് മുറുകെ പിടിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഖുർആനും സുന്നത്തും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. സഹോദരങ്ങളെ, പലപ്പോഴും ആളുകൾക്കുണ്ടാകുന്ന ഒരു സംശയമാണ്, ഖുർആനും സുന്നത്തും തന്നെയാണല്ലോ വ്യത്യസ്ത അഭിപ്രായ വ്യത്യാസങ്ങളിൽ ആളുകൾ മുറുകെ പിടിക്കുന്നത്, അല്ലെങ്കിൽ അവരെല്ലാവരും പറയുന്നത് ഖുർആനും ഹദീസുകളും തന്നെയാണല്ലോ, എങ്ങനെയാണ് ഈ ആളുകൾ പിന്നെ ഭിന്നിച്ചു പോകുന്നത് എന്ന്. ഈ ഒരു സംശയം മുൻഗാമികളിലും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ ചിന്തയിലായിരിക്കെ അദ്ദേഹത്തിനും ഈ സംശയം തോന്നി. ഹിബ്റുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ പണ്ഡിതനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലേക്ക് ആളെ അയച്ച് ചോദിക്കുകയുണ്ടായി. എന്താണ് ചോദിച്ചത്? ഇബ്നു അബ്ബാസ് ചോദിച്ചു, കൈഫ തഖ്തലിഫു ഹാദിഹിൽ ഉമ്മ വകിതാബുഹാ വാഹിദുൻ വനബിയുഹാ വാഹിദുൻ വഖിബ്ലതുഹാ വാഹിദത്തുൻ. എങ്ങനെയാണ് ഈ ഉമ്മത്ത് അഭിപ്രായ വ്യത്യാസങ്ങളിലും ഛിന്ന ഭിന്നമായി പോകുന്നത്? അവരുടെ ഖുർആൻ, അവരുടെ കിതാബ് അതൊന്നാണ്, അവരുടെ നബി, അവർക്കുള്ള നബി അതൊന്നാണ്, അവരുടെ ഖിബ്ല അതൊന്നാണ്. പിന്നെ എങ്ങനെയാണ് ഇവർ ഈ ഇഖ്തിലാഫ് സംഭവിക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, അമീറൽ മുഅ്മിനീൻ, ഇന്നാ ഉൻസില അലൈനൽ ഖുർആൻ. സഹാബികളാണ്, അവർ പറയുകയാണ്, നമ്മുടെ മേലാണ് ഖുർആൻ ഇറങ്ങിയത്. ഫഖറഅനാഹു വഅലിംനാഹു, നമ്മളത് പാരായണം ചെയ്തു, നാം അതിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി. ഫഅലിംനാ ഫീമാ നസല, ആ ഇറങ്ങിയത് എന്താണെന്ന് കൃത്യമായി നാം മനസ്സിലാക്കി. ഫയകൂലു ലികുല്ലി ഖൗമിൻ ഫീഹി റഅയ്യുൻ, പിന്നീട് അത് ലഭിക്കുന്ന ഓരോ സമൂഹത്തിനും അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അവരുടേതായ അഭിപ്രായങ്ങളിലൂടെ ആ ഖുർആനിനെയും അതുപോലെയുള്ള ഖുർആനിന്റെ ആശയങ്ങളെയും അവർ മനസ്സിലാക്കാൻ തുടങ്ങി. ഫൈദാ കാന ലികുല്ലി ഖൗമിൻ ഫീഹി റഅയ്യുൻ, ഓരോ കൂട്ടർക്കും അവരുടേതായ അഭിപ്രായമാണ് ആ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് എങ്കിൽ ഇഖ്തലഫു, അവർ അഭിപ്രായ വ്യത്യാസത്തിലാകും. ഫൈദാ ഇഖ്തലഫു, അങ്ങനെ അവർ അഭിപ്രായ വ്യത്യാസത്തിലായാൽ ഇഖ്തതലു, അവർ പരസ്പരം പോരാടുന്ന അവസ്ഥയാണ് പിന്നീട് ഉണ്ടാവുക, ഏറ്റുമുട്ടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നാം ചിന്തിച്ചു നോക്കൂ, ഇത് എത്ര വ്യക്തമായിട്ടാണ് ഈ സഹാബി മറുപടി പറഞ്ഞിട്ടുള്ളത്. ഈ ഖുർആൻ ഇറങ്ങിയിട്ടുള്ള, ഈ ഹദീസ് ഇറങ്ങിയിട്ടുള്ള സഹാബികൾ അവർ എങ്ങനെ മനസ്സിലാക്കി എന്നതിന്റെ അപ്പുറത്തേക്ക് സ്വന്തമായ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞതാണ് ഈ ഉമ്മത്തിൽ ഖിലാഫുകൾ ഉണ്ടാകാനുള്ള കാരണമെന്ന് ആ സഹാബികൾ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് നൽകിയ ഈ വസിയ്യത്ത് നാം ഓരോരുത്തരും കേൾക്കുക, അത് ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. ഈ ദീനിൽ നമ്മൾ ഉറച്ചു നിൽക്കണമെങ്കിൽ, ഇത് പരലോകത്തേക്ക് ഉപകരിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊസീകും ബിതഖ്വല്ലാഹ്, ഞാൻ നിങ്ങളോടതാ തഖ്വയെ തൊട്ട് വസിയ്യത്ത് ചെയ്യുന്നു. നിങ്ങളുടെ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിന്റെ കൽപ്പനകളും വിരോധനങ്ങളും അനുസരിച്ചിട്ടുള്ള ഒരു ജീവിതമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. നിങ്ങളുടെ ഭരണാധികാരിയായിട്ട്, മുസ്ലിം സമൂഹത്തിന്റെ ഭരണാധികാരിയായിട്ട് ഒരു എത്യോപ്യക്കാരൻ അടിമയാണ് വന്നത് എങ്കിലും അയാളെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. എന്നിട്ട് പറഞ്ഞു, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി, ആരാണോ എന്റെ മരണശേഷം നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കുന്നത്, അഥവാ ഈ മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കുന്നത്, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ അവൻ കാണുന്നതാണ്. എന്നിട്ട് പറഞ്ഞു, എന്താണ് ചെയ്യേണ്ടത്? ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, നിങ്ങൾക്കതാ എന്റെ സുന്നത്തുണ്ട്, നിങ്ങൾ അതിനെ മുറുകെ പിടിക്കുക. അതാ എന്റെ പിൻഗാമികളായിട്ടുള്ള നേർമാർഗത്തിലായിട്ടുള്ള ആ ഖലീഫമാരുണ്ട്, സഹാബികളുണ്ട്, അവരുടെ മാർഗത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. തമസ്സകൂ ബിഹാ, നിങ്ങൾ അതേ മുറുകെ പിടിക്കുക. വഅദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് അതിനെ കടിച്ചു പിടിക്കുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ,
വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദീനിനെ കുറിച്ചുള്ള അറിവ്, ദീനുമായി ബന്ധപ്പെട്ട സംസാരം നാം കേൾക്കുന്നുണ്ട് എങ്കിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അത് സ്വഹാബികൾ മനസ്സിലാക്കിയ രീതിയിൽ പറഞ്ഞു തരുന്ന ആളുകളിൽ നിന്ന് മാത്രമാണ് നാം ദീന് കേൾക്കേണ്ടത്. അതാണ് വഴികേടിലാകാതിരിക്കാനുള്ള നമുക്കുള്ള ഏറ്റവും വലിയ മാർഗമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മാത്രം ദീന് പഠിക്കുകയും ദീന് സംസാരിക്കുകയും ചെയ്യുക. അള്ളാഹു തആല നേരായ മാർഗത്തിൽ ജീവിക്കാനും അതിലായി കൊണ്ട് മരണപ്പെടാനും ആ സ്വഹാബികളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്.